ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ടിപ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്കറിയാം, എല്ലാ പി എസ് സി എക്സാമിലും സയൻസിന്, അതായത് SCERT സയൻസിന് മുൻഗണന കൊടുക്കുന്നുണ്ട് അല്ലേ. കൂടുതലും നമ്മുടെ LP UP എക്സാമിന് SCERT ടെക്സ്റ്റ് ബുക്ക്, അതായത് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ SCERT സയൻസ് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് താഴേക്ക് പോകാം അല്ലേ. 10, 9, 8 വെച്ചിട്ട് അങ്ങനെ താഴത്തേക്ക് പോകാം. അതുപോലെ നമ്മളിപ്പോൾ സോഷ്യൽ സയൻസ് നമ്മൾ 5ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. 5ാം ക്ലാസ്സിലെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ശബ്ദതരംഗങ്ങൾ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, ഊഞ്ഞാലാട്ടം എണ്ണേണ്ടത് എങ്ങനെയായിരിക്കും. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം ഏത് ചലനമാണ് എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരമാണ്, വർത്തുളമാണോ ദോലനമാണോ? ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. അത് കുറേ PSC എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോലനത്തിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം ദോലനത്തിന് എക്സാമ്പിളാണ് അല്ലേ. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ദോലനത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം അഥവാ ഓക്സിലേഷൻ. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആയതിയാണ്. ആയതി. അപ്പോൾ നമ്മളൊരു ദോലനം പറഞ്ഞു കഴിഞ്ഞു. ആ ദോലനത്തിൻ്റെ തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. അപ്പോൾ നമ്മൾ ഊഞ്ഞാലാട്ടുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ദൂരത്തേക്ക് പോയിട്ട് വീണ്ടും ആ തുലനസ്ഥലത്തേക്ക് തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ദൂരം പോയി ആ ഒരു സ്ഥാനാന്തരത്തിൻ്റെ അളവിനെയാണ് ആയതി എന്ന് പറയുന്നത്. ഈ ആയതിയെ A എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആയതിയെ A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്ററാണ്, സ്ഥാനാന്തരമല്ലേ. അപ്പോൾ ആയതിയുടെ SI യൂണിറ്റ് മീറ്ററാണ്. ഇനി ദോലന ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ദോലന ചലനത്തിനുള്ള ഉദാഹരണങ്ങൾ? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം അല്ലേ. പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം എന്താണ്, ദോലനത്തിന് എക്സാമ്പിളാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഊഞ്ഞാൽ, അതുപോലെ സിമ്പിൾ പെൻഡുലം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, തൂക്കുവിളക്ക് തൂക്കിയിടില്ലേ അതിൻ്റെ ചലനം, സമുദ്രത്തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം, തിരങ്ങനെ പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. അതുപോലെ വാഹനത്തിലെ വൈപ്പറില്ലേ, വാഹനത്തിലെ വൈപ്പറിൻ്റെ ചലനമൊക്കെ ദോലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാൽ, സിമ്പിൾ പെൻഡുലം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, സമുദ്രത്തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം, അതുപോലെ വാഹനത്തിലെ വൈപ്പറിൻ്റെ ചലനമൊക്കെ ദോലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്, പഴയ കാലത്ത് പെൻഡുലം ക്ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. അപ്പോൾ പീരീഡ് എന്താണ്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അതിന് T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പീരീഡ് അളക്കുന്ന യൂണിറ്റാണ് സെക്കൻഡ്. അപ്പോൾ സമയത്തെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? സമയത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹൊറോളജി. ഹോറോളജിയാണ് സമയത്തെക്കുറിച്ചുള്ള പഠനം. അതുപോലെ നമ്മൾ പെൻഡുലം ക്ലോക്ക് എന്ന് പറഞ്ഞില്ലേ, ഈ പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാന്നറിയോ? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. അപ്പോൾ എന്താണ് പീരീഡ് എന്ന് പറയുന്നത്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്, S ആണ്.
ഇതേ പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും? അതുപോലെ 1 മിനിറ്റിലെ ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്? 30ആണ്. അപ്പോൾ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം 30/60 വെച്ചിട്ട് 0.5 എന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ SI യൂണിറ്റാണ് ഹെർട്സ്. ആവൃത്തി സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? F എന്ന ലെറ്റർ കൊണ്ട് ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇനി അവിടെ സിമ്പിൾ പെൻഡുലം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പിരീഡ് കണ്ടുപിടിക്കണം, ആവൃത്തി കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പോലെയാണ്. അപ്പോൾ പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ എന്താണ് ആവൃത്തിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി എന്താ സംഭവിക്കുന്നത്? ആവൃത്തി കുറയുന്നു. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പിരീഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താ? പിരീഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം ആവൃത്തി F സമം 1 പിരീഡാണ്. ആവൃത്തി F സമം 1 പിരീഡ്. ആവൃത്തി അപ്പോൾ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം Tയും ഒരു സെക്കൻഡിലുണ്ടായ ദോലനങ്ങളുടെ എണ്ണം Fമാണെങ്കിൽ ആവൃത്തി F സമം 1 പിരീഡാണ്. ആവൃത്തി F സമം 1 പിരീഡ്. പിരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ക്വസ്റ്റ്യൻ വരും കേട്ടോ. പിരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പിരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. അടുത്തത്, ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. അപ്പോൾ എന്താണ് സ്വാഭാവിക ആവൃത്തി? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം തുടങ്ങിയവ. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം തുടങ്ങിയവ. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റമുണ്ടായാൽ സ്വാഭാവിക ആവൃത്തിക്ക് മാറ്റമുണ്ടാവും. ഇവയിൽ ഏതെങ്കിലും ഒന്ന്, അതായത് വസ്തുവിൻ്റെ നീളമോ വലുപ്പമോ ഇലാസ്തികതയോ പദാർത്ഥത്തിൻ്റെ സ്വഭാവമോ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവിക ആവൃത്തിക്ക് മാറ്റമുണ്ടാകും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രണോദിത കമ്പനവും അനുനാദവും, ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസുമാണ്. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അതായത് നമ്മൾ പ്രണോദിത കമ്പനം എന്താന്ന് പറഞ്ഞു? ഒരു വസ്തുവിനുണ്ടാകുന്ന കമ്പനം, അതും മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ഈ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും അതുപോലെ പ്രേരണ ചെലുത്തുന്ന മറ്റൊരു വസ്തുവുണ്ട്, അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയും രണ്ട് കൂടി തുല്യമായാൽ ആ വസ്തുക്കളെ എന്തിലാണെന്ന് പറയാം? അനുനാദത്തിലാണെന്ന് പറയാം. അതായത് റെസൊണൻസ്. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിൽ കമ്പനം ചെയ്യും. ഇനി പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ നോക്കാം. MRI സ്കാനിങ്ങിൽ, റേഡിയോ ട്യൂണിങ്ങിൽ, അതുപോലെ ഗിത്താർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ, അതുപോലെ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് ചോദിക്കുമ്പോൾ
നമുക്ക് അതിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ നേർത്ത ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? അങ്ങനെ ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ ശബ്ദത്തിൻ്റെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മെഗാഫോൺ, ഹോൺ, സംഗീതോപകരണങ്ങളെ ട്രംബൽസ്, നാദസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ എന്തുണ്ട്? ഈ പ്രണോദിത കമ്പനവും അനുനാദവും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 256 ഹെർട്സ് ആവൃത്തിയിലെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വായുവും ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ കർണപടവും ഒരു സെക്കൻഡിൽ 256 തവണ കമ്പനം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി തരംഗചലനം. എന്താണ് തരംഗചലനം? ശബ്ദപ്രേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ശാസ്ത്രജ്ഞരുടെ കുട്ടിൽ അവതരിപ്പിച്ച അതൊന്നും വേണ്ട. എന്താണ് നമുക്ക് തരംഗചലനം എന്ന് നോക്കാം. എന്താണ് തരംഗചലനം? മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗത്തിലൊന്നാണ് തരംഗചലനം. അതായത് മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നതാണ് തരംഗചലനം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗചലനം. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗചലനം. തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, അതുപോലെ ജലാശയങ്ങളുണ്ടാകുന്ന ഓളങ്ങൾ, ഇതെല്ലാം തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ പറഞ്ഞിരിക്കുന്ന തരംഗങ്ങളിൽ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളുണ്ട്, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളുണ്ട്. അതിൽ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് സീസ്മിക് തരംഗം, ശബ്ദതരംഗം, അതുപോലെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങളൊക്കെ. മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് റേഡിയോ തരംഗം, പ്രകാശ തരംഗം തുടങ്ങിയവ. ഓക്കെ, വൈദ്യുതകാന്തിക തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. വീഡിയോ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. അപ്പോൾ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് പ്രകാശ തരംഗങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ പെടുന്നതാണ് ഇത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ റേഡിയോ തരംഗങ്ങൾ വിടുന്നുണ്ട്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങളുണ്ട്, ദൃശ്യപ്രകാശമുണ്ട്, അൾട്രാവയലറ്റ് ഉണ്ട്, എക്സ് കിരണങ്ങളുണ്ട്, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് എന്താവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. ഇനി അതുപോലെ തരംഗങ്ങളെ വേറൊന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, യാന്ത്രിക തരംഗങ്ങൾ. തരംഗം രണ്ട് തരമുണ്ട് അല്ലേ? വൈദ്യുതകാന്തിക തരംഗങ്ങളുണ്ട്, യാന്ത്രിക തരംഗങ്ങളുണ്ട്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായി രണ്ട് വിധമുണ്ട്. ഏതൊക്കെയാ? അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങൾ. അപ്പോൾ എന്താണ് അനുപ്രസ്ഥ തരംഗങ്ങൾ? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ
തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അനുദൈർഘ്യ തരംഗം ഏതാണ്, അനുപ്രസ്ഥ തരംഗം ഏതിലെ പെടുക? തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കണികകൾ കമ്പനം ചെയ്യുന്നു. അത് ഏതിലാണ് പെടുന്നത്? അനുപ്രസ്ഥ തരംഗത്തിലാണ് അല്ലേ. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നത് ഏതിൽ പെടുന്നു? അനുപ്രസ്ഥ തരംഗങ്ങളിൽ പെടുന്നു. ഇനി അതിലൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകും. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നത് ഏതിലാണ്? അനുദൈർഘ്യ തരംഗത്തിലാണ്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നത് അനുദൈർഘ്യ തരംഗത്തിലാണ്. മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതും അനുദൈർഘ്യ തരംഗത്തിലാണ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു, അത് അനുപ്രസ്ഥ തരംഗത്തിൽ പെടുന്നതാണ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നത് അനുപ്രസ്ഥ തരംഗത്തിലാണ്. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കണികകൾ കമ്പനം ചെയ്യുന്നു, അത് അനുദൈർഘ്യ തരംഗത്തിൽ പെട്ടതാണ് അല്ലേ. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു, അനുദൈർഘ്യ തരംഗമാണ്. മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നില്ല, അനുപ്രസ്ഥ തരംഗം. മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകാത്തത് അനുപ്രസ്ഥ തരംഗമാണ്. അതായത് തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നതാണ് അനുപ്രസ്ഥ തരംഗം. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നതാണ് അനുദൈർഘ്യ തരംഗം. സമാന്തരമായിട്ടുള്ളത് അനുദൈർഘ്യം. ഉച്ചമർദ്ദ മേഖലകൾ കാണപ്പെടുന്നത് അനുദൈർഘ്യത്തിലാണ്. ഉച്ചമർദ്ദവും നീചമർദ്ദവും കാണുന്നത് അനുദൈർഘ്യത്തിലാണ്. മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് അനുദൈർഘ്യത്തിലാണ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നത് അനുപ്രസ്ഥത്തിലാണ്. മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകാത്തത് അനുപ്രസ്ഥത്തിലാണ്. തരംഗങ്ങളുടെ സവിശേഷതകൾ. തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് ആയതി, ആവൃത്തി, പിരീഡ്, തരംഗദൈർഘ്യം, തരംഗ വേഗം എന്നിവ. തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകൾ ആയതി, ആവൃത്തി, പിരീഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം. ആയതി തരംഗത്തിലെ ഒരു കണികയുടെ സ്ഥാനാന്തര സമയഗ്രാഫ് ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രത്തിൽ തരംഗത്തിൻ്റെ തൊടുന്ന സ്ഥാനത്ത് ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നോക്കുകയാണത്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പഠിച്ച ആയതി എന്താണെന്നാണ് പറഞ്ഞത്? തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അല്ലേ. അപ്പോൾ അതിലവിടെ ഗ്രാഫ് കൊടുത്തെന്ന് ആ പോയിൻ്റൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി പിരീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തിയാക്കി എടുക്കുന്ന സമയം അല്ലേ. അപ്പോൾ പിരീഡ് എന്ന് പറയുന്നത് എന്താണ് പിരീഡ്? തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കി എടുക്കുന്ന സമയമാണ് പിരീഡ്. ടി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ഗ്രാഫിൻ്റെ ആവൃത്തി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആവൃത്തി? എന്താണ്? ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. എഫ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ആവൃത്തി എഫ് സമം കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം. ആവൃത്തി എഫ് സമം കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുക്കുന്ന സമയം. ഓക്കെ. ഇനി അടുത്തത് തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ആണ് പറയുന്നത്. എന്താണ് തരംഗദൈർഘ്യം? അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായി കണക്കാക്കാം. തരംഗദൈർഘ്യത്തിന് സൂചിപ്പിക്കുന്ന ലെറ്റർ ലാംഡ അല്ലേ. അപ്പോൾ അടുത്തടുത്ത രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലുള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം. അടുത്തത് തരംഗവേഗം, സ്പീഡ് ഓഫ് വേവ്. എന്താ തരംഗവേഗം? ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. തരംഗവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിൽ ബന്ധമുണ്ടോ? ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം എന്താ? വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി
തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ F പ്രൊപ്പോർഷണൽ 1/λ ആണ്. F എന്ന് പറയുന്നത് ആവൃത്തിയും തരംഗദൈർഘ്യത്തിന് ലാംഡ എന്ന ഇതുകൊണ്ടാണ് സൂചിപ്പിക്കുക. നമ്മൾ പറഞ്ഞു അല്ലേ, തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്തിന് ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/λ. തരംഗവേഗം, ആവൃത്തി, തരംഗദൈർഘ്യം ഇവ തമ്മിലുള്ള ബന്ധം എന്താ? തരംഗവേഗം, ആവൃത്തി, തരംഗദൈർഘ്യം ഇവ തമ്മിലുള്ള ബന്ധം, അതായത് തരംഗവേഗം സമം ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യമാണ്. തരംഗവേഗം സമം ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യമാണ്. അപ്പോൾ തരംഗവേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യം. ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിൻ്റെയും ഗുണനഫലമാണ് തരംഗവേഗം. അതായത് V ഈക്വൽസ് F ഇൻറ്റു ലാംഡ. V ഈക്വൽസ് F ലാംഡ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശബ്ദമാണ്. ശബ്ദവും പ്രകാശവും തരംഗങ്ങളാണല്ലോ. പ്രകാശം പ്രതിപദിക്കുമല്ലോ, ശബ്ദം പ്രതിപദിക്കുമോ എന്നാണ് ചോദ്യം. ശബ്ദത്തിൻ്റെ പ്രതിപതനം. ശബ്ദ തരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടി പ്രതിപദിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. മിനുസമുള്ള പ്രതലങ്ങൾ പരിപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായിട്ട് പ്രതിപദിപ്പിക്കും അല്ലേ. മിനുസമുള്ള പ്രതലങ്ങൾ പരിപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിപ്പിക്കുന്നുണ്ട്. ശബ്ദത്തിൻ്റെ പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളാണ് സൗണ്ട് ബോർഡുകൾ, അതുപോലെ ഹാളുകളിൽ വളച്ച് നിർമ്മിച്ചിരിക്കുന്ന സീലിങ്ങുകൾ. അപ്പോൾ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ പ്രതിപദിപ്പിച്ച് ഹാളിൻ്റെ എല്ലാ ഭാഗത്തെയും വ്യാപിപ്പിക്കാൻ ഇവ സഹായിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ അവിടെ ആൾക്കാർ എന്ത് പറയുന്നു, ആ സൗണ്ട് അവിടെ മുഴങ്ങി കേൾക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. അടച്ചിട്ടിരിക്കുന്ന ഹാളിൽ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ശ്രോതാവിലേക്ക് എത്തുന്ന വിധമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദം എല്ലായ്പ്പോഴും നേരിട്ട് മാത്രമാണ് ശ്രോതാവിലേക്ക് എത്തുന്നത് അല്ല. പ്രതിപദിച്ചു വരുന്ന ശബ്ദതരംഗങ്ങൾ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. പ്രതിപദിച്ചു വരുന്ന ശബ്ദങ്ങൾ, ശബ്ദതരംഗങ്ങൾ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രതിധ്വനി? എക്കോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്താണത്? ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. ഒരു ശബ്ദം അത് തന്നെ വീണ്ടും എക്കോ പോലെ ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും അതുപോലെ വലിയ മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോഴും കൈകൊട്ടുമ്പോഴൊക്കെ വീണ്ടും അതിൻ്റെ എക്കോ വീണ്ടും അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുന്നില്ലേ, അതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ആദ്യ ശബ്ദം പ്രതിപതനത്തിന് ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ശ്രോതാവിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 1/10 സെക്കൻഡ് സമയം ഉണ്ടാവണം. ഒരു ശബ്ദം നമ്മിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ശബ്ദം നമ്മളുണ്ടാക്കുന്ന ആ ശ്രവണത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് സമയം ചെവിയിൽ നിൽക്കുന്നുണ്ട്. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് പ്രോബ്ലംസ് ആണ്. നമ്മളെ ഇത്ര സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വായുവിലെ ശബ്ദവേഗം എന്ന് പറയുന്നത് 350 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേഗം ഇൻറ്റു സമയമാണ്. അപ്പോൾ വേഗം വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം 350 മീറ്റർ/സെക്കൻഡ്, സമയം എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു 1/10, അപ്പോൾ നമുക്ക് 35 മീറ്റർ കിട്ടും.
അപ്പോൾ ഇനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് 35 മീറ്ററിൻ്റെ പകുതിയായ 17.5 മീറ്റർ അകലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതിപതന തലം 17.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതേ ശബ്ദം വീണ്ടും വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും അതിൽ പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കതിന വെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിപതന തലം എത്ര അകലെ ആയിരിക്കുമെന്നാണ്. അതിൽ വായുവിലെ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗമാണ് കണ്ടത്. സഞ്ചരിച്ച ആകെ ദൂരം ബൈ സമയമാണ് അല്ലേ. അപ്പോൾ സഞ്ചരിച്ച ആകെ ദൂരം കണ്ടുപിടിക്കണം. സഞ്ചരിക്കുന്ന ആകെ ദൂരം 2d ആണ് അല്ലേ. അപ്പോൾ അതിന് v × t/2. അപ്പോൾ 350 × 1/2 എന്ന് വരും. അപ്പോൾ 175 മീറ്റർ. പ്രതിപതന തലം 175 മീറ്റർ അകലത്തിൽ ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നോക്കി ചെയ്യാം. അടുത്തത് അനുരണനം. കർണാടകത്തിലെ ബിജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ മുഴുവൻ ആവർത്തിച്ച് കേൾക്കാം. ശബ്ദതരംഗങ്ങൾ ഗോളാകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നത് മൂലമുണ്ടാകുന്ന മുഴക്കമാണ് ഇതിന് കാരണം. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. അടുത്തത് ശ്രവണ പരിധി. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ശ്രവണപരിധി എത്രയെന്നറിയാലോ. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണസാധ്യം. 20 ഹെർട്സിന് താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഫ്രാസോണിക്കിൽ പെടുന്നതാണ് ഏത്? ഭൂകമ്പ തരംഗങ്ങളൊക്കെ ഇൻഫ്രാസോണിക്കിൽ പെടുന്നതാണ്. ഇനി 20,000 ഹെർട്സിന് കൂടുതലാണെങ്കിൽ അത് ഏതാണ്? അൾട്രാസോണിക് സൗണ്ടാണ് അല്ലേ. അത് നായകൾക്കൊക്കെ കേൾക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അൾട്രാസോണിക് സൗണ്ടുകളാണ്. നായകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി ഏകദേശം 30,000 ഹെർട്സ് ആണ്. അപ്പോൾ ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സുമാണ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക്. ഈ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തിയാണ് വവ്വാലുകൾ ഇരുട്ടിലും സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്നത്. വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്നത് ഈ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. ഈ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നറിയോ? വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വൃക്കയിലെ ചെറിയ കല്ലുകൾ പിടിച്ചു കളയാൻ, ഫിസിയോതെറാപ്പിയിൽ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രഫി. സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, നിശ്ചിത ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോണാർ എന്ന ഉപകരണത്തിൽ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പറയുന്നത് സീസ്മിക് തരംഗങ്ങളും സുനാമിയും. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് റിക്ടർ സ്കെയില്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാകാം. കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുക, പ്രധാനപ്പെട്ടവയൊക്കെ എഴുതി വയ്ക്കുക.